നമ്മൾക്ക് എല്ലാവർക്കും ഒരു മെന്റൽ ഫിൽട്ടർ ഉണ്ട്. ഈ ലോകത്തിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ മെന്റൽ ഫിൽട്ടറിൽ കൂടെയാണ്, വിച്ച് ഈസ് ആറ്റിറ്റ്യൂഡ്. നമ്മളെ ആറ്റിറ്റ്യൂഡ് ഇതൊരു മെന്റൽ ഫിൽട്ടർ ആണ്. റിയാലിറ്റി നമ്മൾ അതിലൂടെയാണ് എടുക്കുന്നത്. എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ്സിൽ ഹാഫ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, പകുതി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, ഫിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു പേഴ്സണ് കാണിക്കുമ്പോൾ അവർ നോക്കിയിട്ട് പറയാണ്, ആ ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ടല്ലോ. വേറെ പേഴ്സൺ കാണിച്ചു കൊടുക്കുകയാണ്, മറ്റേ പറയാണ്, ഈ ഗ്ലാസ് പകുതി എംപ്റ്റി ആണല്ലോ. ഇത് രണ്ടാക്കും കാണിച്ച സെയിം ഗ്ലാസും പകുതി വെള്ളം തന്നെയാണ്. പക്ഷെ ഫസ്റ്റത്തെ പേഴ്സൺ കണ്ടത് ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ട്, മറ്റേ പേഴ്സൺ കണ്ടത് ഇതിൽ പകുതി വെള്ളം ഇല്ലല്ലോ, പകുതി എംപ്റ്റി ആണല്ലോ. ഇതിലെ സംഭവം. സോ ഇറ്റ്സ് അബൌട്ട് ദ മെന്റൽ ഫിൽട്ടർ. ആറ്റിറ്റ്യൂഡാണ് ഇത് എടുക്കുന്ന രീതിയിലാണ്. രണ്ടാളും തെറ്റില്ല കേട്ടോ, രണ്ടാളും ചെയ്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ, തെറ്റുണ്ടോ? ഓക്കെ, ഇവര് പറഞ്ഞതല്ലേ ശരിയാ, സോ തെറ്റില്ല. പക്ഷെ എടുക്കുന്ന രീതി, ഇറ്റ്സ് എ ഫ്രീ വിൽ. ഇത് ഞാൻ പറയാൻ കാരണം, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏത് ഡിസിഷനും തിങ്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇഷ്ടമാണ്, ഇറ്റ്സ് ഓക്കെ ടു തിങ്ക് എനി വേ. കാരണം ഇതാണ് റിയാലിറ്റി, അതാണ്. ഗ്ലാസ്സിൽ പകുതിയെ വെള്ളമുള്ളൂ, ഒരുത്തൻ പറഞ്ഞു പകുതി, ഇതിൽ പകുതി ഇല്ലല്ലോ, മറ്റോ പറഞ്ഞു പകുതി ഉണ്ടല്ലോ. ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ലൈഫിൽ ചില സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും, നടന്നിട്ടുണ്ടാവും. നിങ്ങൾ അത് വിചാരിക്കുന്നത് ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുത്തോ. പക്ഷേ അത് വേറെ രീതിയിൽ ഉണ്ടാവാം. അതായത് ഈ ഗ്ലാസ്സിൽ പകുതിയാണ് വെള്ളം ഉള്ളത്, ഹാഫ് ഫുൾ, അത് ഹാഫ് എംപ്റ്റിയും ആണ്. അതായത് ഗ്ലാസ് ഹാഫ് എംപ്റ്റി ആണ്, പക്ഷെ അത് ഹാഫ് ഫുള്ളും അല്ലേ, വലിയ സാധനമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വേറൊരാൾ ഇതുമല്ല, നിങ്ങൾ 100% നിങ്ങളെ വില്ലാണ്, നിങ്ങൾ ഇഷ്ടമാണ്. അതായത് ഇത് ഏത് രീതിയിൽ എടുക്കേണ്ടതില്ല കാര്യം. പക്ഷെ ഇതെടുത്ത് പറയാൻ കാരണം ഈ ആറ്റിറ്റ്യൂഡ് മെന്റൽ ഫിൽട്ടറാണ്. എല്ലാ റിയാലിറ്റിയെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലെ കാര്യങ്ങൾ എന്തെങ്കിലും, ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ശരിക്കും ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഗുഡ് കണ്ടെത്താം. ഇനിയിപ്പോ ഗുഡിലില്ലെങ്കിൽ അതിലൊരു ബാഡ് കണ്ടെത്താം. സോ അത് നിങ്ങൾ ഇഷ്ടമാണ്, ഇറ്റ്സ് എ ഫ്രീ വിൽ. വേറൊരാളെ പറയാൻ വേണ്ടി കാത്തിക്കോ, അതിന് അപ്രൂവലിനെ കാത്തിക്കണ്ട. ഇറ്റ്സ് യുവർ ഡിസിഷൻ ടു ബി ഓപ്റ്റിമിസ്റ്റ് ഓർ എ പെസിമിസ്റ്റ്.